ഉണ്ണിക്കണ്ണന്റെ സ്വന്തം വീടാണ് ഇത്. അതെ അതെ. ഇത് ഈ വീട്ടിൽ നിന്നാണ് ജനിച്ചു വളർന്നത്. അതെ അതെ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടേ ഞാൻ ചോദിക്കണേ, ആരെങ്കിലും ചിലപ്പോ വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും, ഒരു വീടൊക്കെ ചെറിയ വീട് വെച്ച് തരാമോ ഉദ്ദേശിച്ച ഉണ്ണിക്കണ്ണൻ അത് സമ്മതിക്കുവോ? ഇല്ല ചേട്ടാ. അതെന്താ ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞ എല്ലാം എങ്ങനെ എന്നെ കൊണ്ട് രണ്ടാൾക്കാർ പറഞ്ഞു ഇത് വെച്ച് ഈ ഫെയിം വെച്ചിട്ട് വീട് വെച്ച് തരാം. വേറെ ഒരു ചാനലുകാർ വിളിച്ച് പറഞ്ഞു ഒരു വീട് വെച്ച് തരട്ടെ, പിരിച്ചിട്ട് പറഞ്ഞു. ഉണ്ണിക്കണ്ണനെ കുഞ്ഞു വീടാണെങ്കിൽ ഇതെന്റെ കൊട്ടാരമാണ്. ഇതേപോലും ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന ഓലപ്പേരൻ്റെ അവിടെ വഴിയിലും കൊതുവടി കൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ വെയ്യാതെയും കിടക്കുന്നുണ്ട്. അവർക്ക് വീട് വെച്ചു. ഉണ്ണിക്കണ്ണന് ഇന്ന് ആരോഗ്യമുണ്ട്. ടീമേ നമസ്കാരം. അപ്പം മംഗലം ഡാം വന്നെങ്ങനെ ഉണ്ടാ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ്. അപ്പം മംഗലം ഡാം വരുമ്പോൾ നമുക്ക് ഒരാളെ കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ മംഗല ഡാം. അപ്പോൾ ഉണ്ണിക്കണ്ണന് ഞാനും കൂടി ചേർന്ന് ഉണ്ണിക്കണ്ണൻ്റെ നാട്ടിലൊരു ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നെങ്ങനെ ഉണ്ടാ. ഉണ്ണിക്കണ്ണൻ്റെ വീട് ഈ കാണുന്നതാ. ഹലോ ഉണ്ണിക്കണ്ണ, നമസ്കാരം. വിളിച്ചിട്ടുണ്ടായി. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഉണ്ണിക്കണ്ണനെ എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടേക്കണത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നേക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു ഉദ്ഘാടനം ഉണ്ട്. എൻ്റെ പേരെന്താ? അനീബ്. അച്ഛൻ. അച്ഛനെ വന്നിട്ടുണ്ട്. ഞാനൊരു മൈക്ക് വെച്ചോട്ടാ. എന്താ വിശേഷം? എന്താ? നല്ല വിശേഷം. വരി ചേട്ടാ. വാ വാ വാ. വരി. ഉണ്ണിക്കണ്ണന്റെ വീട് ബംഗ്ലാവൊന്നുമല്ല, ഇത് വേണ്ട, ഇതാണ് വീട്. വരി ചേട്ടാ. വരി, ഇങ്ങോട്ട് ഇരിക്കാം. എവിടെ ഇരിക്കണം നമുക്ക്? ഇവിടെ ഇരിക്കാം. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സൗകര്യമാണ്. ഒരു സൗകര്യം ഇല്ലാത്ത വീടാ. താങ്ക് യു. ഇത് അമ്മേ? അമ്മ. അമ്മ. അതാ പെങ്ങള് എല്ലാരും ഉണ്ട്. ഉണ്ണിക്കണ്ണ ഇരിക്കും. ലക്ഷ്മി നക്ഷത്രടാ. ഉണ്ണി എവിടെ ഇരിക്കും? കുഞ്ഞുമാവ. നമ്മുടെ പേരെന്താ? അച്ഛന്റെ പേര് കുട്ടൻ. അച്ഛനോട് ഇരിക്കും. അവിടെ ഇരുന്നോ. അപ്പൊ അച്ഛനും അമ്മക്കൊരു കാര്യം അറിയുവാ, വിജയ് കാരണം രക്ഷപ്പെട്ട രണ്ടുപേരായി ഇരിക്കണത്. ഞാനാണ് ആദ്യം വിജയ് കാരണം രക്ഷപ്പെട്ടത്. ഞാൻ ടൈലിന്റെ വർക്കറായിരുന്നു. ഞാൻ വിജയുടെ പടത്തിൽ അഭിനയിക്കാൻ നേരത്ത് ഞാൻ ടൈൽസിന്റെ മേസനാണ്. അതിന് മുമ്പ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഗുണ്ടായിട്ട് ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ 19 പടമൊക്കെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഇടികൊള്ളുന്ന ആളായിട്ട് ചെയ്തതിൻ്റെയാണ് എനിക്ക് വിജയ് സാറിൻ്റെ അവിടെ തെരിയിൽ വേഷം കിട്ടിയത്. അങ്ങനെ പോയി തെരിയിൽ അഭിനയിച്ചിട്ട് ഇന്നിപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവിടെ ആ ലൊക്കേഷനിൽ സമ്മതിക്കില്ല ഫോട്ടോ എടുക്കാനായിട്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റപ്പ് പുറത്തു പോകാറേക്ക. അതുകൊണ്ട് ഒറ്റ ഫോട്ടോയും വിജയ് സാറിൻ്റെ കൂടെ എടുപ്പിച്ചില്ല. ഏറ്റവും അവസാന ദിവസം അവരുടെ ക്യാമറ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്നോട് ഒരു റിലീസിങ്ങിൻ്റെ ആ ടൈമിൽ തരുള്ളൂ എന്ന് പറഞ്ഞ്. ഞാൻ അഭിനയിച്ചതാണ്, ക്യാരക്ടർ വേഷം ചെയ്തതാണ്. എന്നിട്ട് പോലും എനിക്ക് ഫോട്ടോ തന്നില്ല അവര്. അപ്പോൾ വിജയ് സാറിൻ്റെ കൂടെ ഫോട്ടോ, അറ്റ്ലി സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്ത് കിട്ടിയത് റിലീസിങ്ങിൻ്റെ ആ ടൈമിൽ എനിക്ക് ഫോട്ടോ കിട്ടിയത്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച് തെരി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ട് ഞാൻ ഇതാണെന്നല്ല, തൊഴിലാളി ദിനത്തിലാണ് ഈ വീഡിയോ ചെയ്യണത്. ഞാൻ ഇവിടുത്തെ പത്രമാധ്യമക്കാരോട് പറഞ്ഞ് ഞാൻ വിജയ് സാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്കൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവര് സമ്മതിച്ചില്ല. എനിക്ക് തെളിവൊന്നും ഇല്ലല്ലോ, ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ല വിജയുടെ കൂടെയുള്ള. അപ്പൊ ഞാൻ എല്ലാവരും കളിയാക്കി. ആ സമയത്ത് ഞാൻ മനോരമ പത്രത്തിലൊക്കെ പോയി ചോദിച്ചു. മനോരമ പത്രം കൂടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, കടവന്ത്രയിൽ. അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ പണ്ടൊരാളും ഷാരൂഖ് ഖാന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പടം വന്നപ്പോൾ അയാൾ ഇല്ലായിരുന്നു പടത്തിൽ. അങ്ങനെ എന്നെ വിജയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആരും വിശ്വസിക്കും, വിജയ് ഫാൻസ് പോലും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്തായാലും. അങ്ങനെയാണ് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞതും സിനിമയുടെ ഫാൻ ഷോയിൽ ഞാൻ വിജയ് ഫാൻസിൻ്റെ കൂടെ പടം കണ്ടതും. അന്ന് ഞാൻ എൻ്റെ ടൈൽ പണിക്കാൻ പോയി ഫാൻ ഷോ കഴിഞ്ഞിട്ട്. പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാ ചാനലുകാരും വന്നിട്ട് എന്നെ കവർ ചെയ്ത് വിജയുടെ കൂടെ അഭിനയിച്ച വില്ലൻ കൊച്ചിക്കാരൻ മറ്റേ ടൈൽ പണിക്കാരനാണെന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത വന്ന് അന്ന് പണി നിർത്തിയതാണ് ഞാൻ. കുട്ടികളെയും ക്രൂരമായി തല്ലുന്ന വില്ലൻ ടൈൽസ് പണിക്കെത്തിയാൽ എന്ത് ചെയ്യും? വിജയുടെ പുതിയ തമിഴ് ചിത്രം തെരിയിലടക്കം 90ലധികം സിനിമകളിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ബിനീഷ് ബാസ്റ്റിനാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ടൈൽസ് പണിക്ക് പോകുന്നത്. സിനിമയിലെ വില്ലനെ നേരിൽ കണ്ടാൽ വീട്ടുകാർ ആദ്യമൊന്ന് പകയ്ക്കുമെങ്കിലും പിന്നീട് അമ്പരപ്പ് മാറുമെന്നാണ് ബിനീഷിന്റെ അഭിപ്രായം. ഒരു സെൽഫ് ഡിഫൻസ്
അന്ന് പണിയെടുത്തിട്ട് പിന്നെ എൻ്റെ കൊളച്ചേരിയും ടൂൾസൊക്കെ എടുക്കേണ്ടി വന്നിട്ടില്ല. അന്ന് തുടങ്ങിയ ഓട്ടോണ് ഞാൻ. ഓട്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പോകാത്ത കോളേജുകളൊന്നുമില്ല. കോളേജിൽ പഠിച്ചിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് തോറ്റ ഒരാളാണ്. കോളേജിൽ ടൈല് വിരിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ടൈല് വിരിച്ച കോളേജിലേക്ക് പിന്നീട് എനിക്ക് ഗസ്റ്റായിട്ടൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥ പറയുമ്പോഴാണ് ഉണ്ണിക്കണ്ണൻ്റെ കഥയായിട്ട് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ 375ഓളം കോളേജിൽ ഇപ്പോൾ പോയി. വിജയ് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് ആ കാലത്തെ എനിക്ക് അത്ര ഉദ്ഘാടനങ്ങളും ഈ സ്റ്റാർ മാജിക് ഷോ തന്നെ കിട്ടിയത് വിജയ് സാറിൻ്റെ ഒറ്റപ്പടത്തിൽ അഭിനയിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കഥയും ഉണ്ണിക്കണ്ണൻ്റെ കഥയും ഒന്ന് തന്നെയാണ്. ഉണ്ണിക്കണ്ണൻ്റെ കഥ പൂർണ്ണമാണെങ്കിൽ വിജയ് സാറിൻ്റെ ഫോട്ടോയും കൂടെ വന്നു. ഫോട്ടോ എന്ന് പറഞ്ഞെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ട് എൻ്റെ ഫോട്ടോ എനിക്ക് തന്നത് അവരുടെ പ്രൊഡക്ഷൻ തന്നത് പടം ഇറങ്ങുന്ന ടൈമിലാണ് തന്നത്. ഒന്നുകൊണ്ടും വിചാരിക്കാൻ ഞാൻ വിജയ് സാറിൻ്റെ കൂടെ 20 ദിവസം ഉണ്ടായ ആളാണ്. ഈ ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി ഉണ്ണിക്കണ്ണനെ സംസാരിക്കും. എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ആ സമയത്ത് ഏട്ടനും നമിതക്കുട്ടിയും പറഞ്ഞതുകൊണ്ട് ഉണ്ണിക്കണ്ണൻ നുണ പറയാൻ അറിയില്ല. ചോറ് നൊലിക്കുന്ന ഓലപ്പേരൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയ ഒരു ഉണ്ണിക്കണ്ണൻ്റെ അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കുറേ സിനിമയ്ക്ക് കഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാ ഡയറക്ടർമാരും ജൂനിയർ ആർട്ടിസ്റ്റായി പോകുമ്പോൾ ഒരു ഇന്ന പടത്തിലുണ്ട് എന്ന് മോൻ കാട്ടാൻ പറ്റി. രജനീകാന്ത് സാറിൻ്റെ പടം കെട്ടി 36 ദിവസം വലിയൊരു എമൗണ്ട് പറഞ്ഞ എമൗണ്ട് അല്ല ഞാൻ നോക്കണേ. അതൊക്കെ കെട്ടി ഞാൻ രാജസ്ഥാനായിരുന്നു. അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് പാൻ കാർഡ് വരെ ഉണ്ടാക്കി ആ പടം മാറിപ്പോയപ്പോൾ മരിക്കാൻ പോയി ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ എഴുതി വെച്ച നിയോഗമാണ് തലവതി അണ്ണൻ്റെ പേരിൽ. എൻ്റെ തലവരെ മാറ്റി തലവതി അണ്ണനാണ്. അപ്പോൾ എന്തെങ്കിലും ജീവിതത്തെ ആഗ്രഹിക്കുന്നുണ്ട്, പണിയെടുക്കണം. മരിക്കാൻ പോയി ഉണ്ണിക്കണ്ണൻ ഇതേപോലെ നിൽക്കണ്ടെങ്കിൽ അത് കഷ്ടപ്പെട്ട ദൈവം തരും. ഒന്നുമല്ലാത്ത ഉണ്ണിക്കണ്ണൻ വീട്ടുകാരും പറഞ്ഞു സിനിമൻ്റെ പുറകെ നടക്കണ്ടെന്ന്. അത് അവർക്ക് പറയാം, അവർ അച്ഛനും അമ്മയാണ്, സങ്കടത്ത് പലതും പറയും. അതുകൊണ്ട് മരിക്കാൻ പോകുക, സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി തിരിച്ചാൽ അത് കറക്റ്റായി കിട്ടും. അതിൻ്റെ തുടക്കം ബിനീഷ് ഏട്ടൻ. പിന്നെ എനിക്കും ഇന്നിപ്പോൾ എനിക്ക് ഓരോ പ്രോഗ്രാം ഓരോ വർക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതാ വിജയ് സാറും നിങ്ങൾ തന്ന സപ്പോർട്ടും ദൈവമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചോർന്നൊലിക്കണം ഓലപ്പേരിന് താഴെ സങ്കടപ്പെട്ട് ഇരിക്കാതെ പണിയെടുത്ത എന്നല്ലെങ്കിൽ നാളെ ദൈവം തരും. ഇപ്പം എനിക്ക് കിട്ടുന്ന ഓരോ ഫോണായിക്കോട്ടെ, ഇനിയിപ്പോൾ അടുത്ത് തടി കുറച്ച കാറാണ്, ഇതൊക്കെ വിജയ് സാറിലൂടെ എനിക്ക് കിട്ടുന്ന കേട്ടാ. അല്ലേ ഇത് പറയുമ്പോൾ എനിക്ക് ചേർത്ത് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പണിയെടുത്ത് ടൈൽ പണിക്ക് പോയിട്ട് മേടിച്ചേക്കണത് സെക്കൻഡ് ഹാൻഡ് ഒരു ബൈക്കായിരുന്നു മേടിച്ചത്. അപ്പോൾ ഞാൻ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് കാറിനൊക്കെ പോകും. അപ്പോൾ ഈ കൊച്ചിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്ലോക്ക് ആകുന്നത് എല്ലാവർക്കും കാറ്. കൊച്ചിയിലേക്ക് വരുന്നത് എല്ലാവരും കാറിനാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ കാറ് മേടിക്കുന്നു. ഞാൻ കാറ് മേടിക്കാൻ കാരണം ആദ്യത്തെ കാറ് ഇയോൺ കാറാണ്. എൻ്റെ കാറിൻ്റെ ബാക്കിൽ വിജയ് സാറിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൂടെ കാണാൻ നിങ്ങളെ പോലെ തന്നെ. അപ്പോൾ ഞാൻ വിജയ് സാറിൻ്റെ പേരിൽ മാത്രം കിട്ടിയ പ്രോഗ്രാം കൊണ്ടാണ് ആദ്യത്തെ ഒരു കാറ് മേടിച്ചത്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ, ഒരു സാമ്പത്തിക വർധനവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിരുന്നെങ്കിൽ വിജയ് സാറിൻ്റെ ആ തെരി എന്ന സിനിമയാണ്. അപ്പം ഇങ്ങനെ രണ്ടുപേര് ഒരുമിച്ച് വിജയ് സാറിൻ്റെ കൂടെ ഇത് വിജയ് സാറിനെ നേരിട്ട് കണ്ട ആൾക്കാരാണിത്. ഞാനും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇനി ഒരുപാട് ചാൻസുകൾ ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. അച്ഛൻ എന്താ പറയാനുള്ള? അച്ഛൻ മോനെ കുറിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വിജയ് സാറിനൊന്ന് അതിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു വന്നാൽ കുറേയും കൂടി ഒരു നന്നായിരിക്കും. അല്ല, എൻ്റെ അനുഭവം പറഞ്ഞു കേട്ടില്ല. ഞാൻ വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ച ആളെ എനിക്ക് പോലും ഫോട്ടോ തന്നില്ല. സിനിമ ഇറങ്ങിയൊക്കെ എനിക്ക് ഫോട്ടോ വന്നത്. എന്നിട്ടാണ് ഞാൻ ഈ പത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ എൻ്റെ ഫോട്ടോ ഒരുമിച്ചുള്ള ഫോട്ടോ വന്നത്. കുറേ നാളായി ആ പടമൊക്കെ ഇറങ്ങിയിട്ട്, ഒത്തിരി വർഷം. ഇല്ല അതായിട്ടില്ല. ജയിച്ചു കഴിഞ്ഞാൽ വരുള്ളൂ. ഉണ്ണിക്കണ്ണനെ ഈ വിജയ് സാറിനെ കണ്ട കാര്യങ്ങൾ എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്കാരും അറിയാം. ഈ ഉണ്ണിക്കണ്ണൻ ഇപ്പൊ വിജയ് സാറിനെ കാണുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ ഫേമസ് ആയത്? വേറെ രീതിയിൽ ഫേമസ് ആയി പറഞ്ഞാൽ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, ടെൻഷേട്ടൻ വന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇതാവും. അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വിജയണ്ണനെ കാണാൻ വേണ്ടി ശ്രമിച്ചു കേട്ടാ. 1 തോറ്റു, 2 തോറ്റു, 3 തോറ്റു, ഇങ്ങനെ പോവും. വിജയ് സാറിൻ്റെ വീട്ടിൽ പെടുന്ന പെങ്ങൾ കുറേ ചപ്പാത്തിയും പോയിഞ്ഞ് തരും. കള്ളട്ടറിയും കയറിപ്പോവും. കാശില്ല, 500 രൂപ തരും അമ്മ. അതിൽ 700 ഇവിടുന്ന് കൊണ്ടുപോകും, ഒരു 200 ചിലവാക്കി 500 തിരിച്ചു. അങ്ങനെ പല പ്രാവശ്യം പോയി. ഒരു പേപ്പർ വിരിച്ച് വിജയ് സാറിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കും, പോലീസ് ഒരു 5 വിട്ടോറ്. അങ്ങനെ പല പ്രാവശ്യം ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോൾ മാനാട് ഇവിടെ ഒക്കെ പോയി അവരിൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാം.
അവർക്ക് ചീത്ത പറഞ്ഞ് മിരട്ടി പേടിപ്പിച്ചിട്ട് വിട്ടിന്. എന്നാലും തളരാതെ ഉണ്ണിക്കണ്ണൻ വെച്ച കാലം മുന്നോട്ട് തന്നെ പറഞ്ഞു ബാക്കിലേക്ക് വെക്കില്ല, എൻ്റെ ആഗ്രഹം നടക്കും. ഇതെനിക്ക് കാശിനോ പേരിനോ വൈറലാകാനല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും ആ ദൈവം വിചാരിക്കുന്ന കേട്ടാ, അല്ലാണ്ട് ഒന്നും നടക്കില്ല. അങ്ങനെയാണ്. അല്ല, ഈ കോടിക്കണക്കിന് ആൾക്കാർ വിജയ് സാറിനെ കാണാൻ വേണ്ടി മാത്രം, ദൂരത്തിൽ നിന്ന് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ദൂരത്തിൽ നിന്നല്ല കണ്ടത്, ഇതുപോലെ ഇത് ഇരിക്കണ പോലെ പോയിട്ട് നമ്മുടെ കാരവാനിൽ പോയി ഇരുന്ന് സംസാരിച്ച ആളാണ്, ഒരു കൂട്ടുകാരെ പോലെ സംസാരിച്ച ആളാണ്. ഇത് കേരളത്തിലെ ലോകത്തിൽ തന്നെ അപൂർവം ചില വ്യക്തികൾക്കാണ് അങ്ങനെ കിട്ടണത്. ഇപ്പൊ കൂടെ അഭിനയിച്ചിട്ടില്ല, എന്നിട്ട് പോലും എനിക്കും കിട്ടിയ ഒരു ഭാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു തൊഴിലാളിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈലിൻ്റെ വർക്കറായിരുന്നു ആ സമയത്ത്. ആ വിജയ് സാറിനെ ആദ്യമായിട്ട് കാണാൻ നേരത്തുള്ള എനിക്ക് പേടിയില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യത്തിന് പേടിക്കൂല. മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ എല്ലാവരും കൂടെ ഞാൻ ആ ഇടികൊള്ളണ വേഷമാണെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വിജയ് സാറിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ വിജയ് സാറിനെ കാണാൻ വേണ്ടി ജിത്തു കിലാടി എന്ന് പറഞ്ഞ പാട്ട്, തെരിയുടെ പാട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്രൗഡ്, അല്ലാതെയും വിജയ് ഫാൻസ് ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്. 2000 പേരുള്ള ആൾക്കാർ വിജയനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ കയറി ചെല്ലണത്. എനിക്ക് ഓൾറെഡി എന്നെ സെലക്ട് ചെയ്തിട്ട് ചെന്നത് സിനിമയിൽ. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ട് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ അതിലേക്ക് കയറ്റി വിട്ടു, ഇതിൽ അഭിനയിക്കാൻ വന്നേക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് വിജയ് സാറിനെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത് ഈ സ്റ്റൈലല്ലായിരുന്നു, വേറൊരു വില്ലൻ സ്റ്റൈലായിരുന്നു. ഈ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, കണ്ടിപ്പാ ഈ പടത്തിൽ ഈ ക്യാരക്ടർ നടിക്കുക. അട്ട് എന്നോട് പറഞ്ഞു ഈ പടം ഈ തിയേറ്ററിൽ വരുമ്പോ ബാസ്റ്റിൻ തന്നെ വിളിക്കും, ബാസ്റ്റിന് ഒരു ഇത് കിട്ടുമെന്ന് പറഞ്ഞു, വേറെ ഒരു എൻട്രി കിട്ടുമെന്ന് പറഞ്ഞു, ഒരു ബ്രേക്ക് ത്രൂ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ വിജയ് സാർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ സിനിമ ഇറങ്ങിയിട്ട് എൻ്റെ ലൈഫ് തന്നെ മാറി. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നടന്ന കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ലൈഫിൽ വിജയ് സാറ് കാരണമാണ് ഇപ്പോഴും എന്ത് പരിപാടിക്കും പോകുന്നത്, അല്ലേ? അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ പെങ്ങളുടെ കാര്യത്തിനാണ്, പെങ്ങളുടെ കുട്ടികളുടെ കാര്യം, ഇന്ന് വരെ ഉണ്ണിക്കണ്ണൻ ഒന്നുമില്ല പറഞ്ഞ് വീട്ടിൽ തന്നെ കിടന്ന് മാനം നോക്കി കിടന്ന സിനിമ പറഞ്ഞ്. പക്ഷെ ആ ലക്ഷ്യം വിജയണ്ണൻ തോളിൽ കയറ്റ 3-ാമത്തെ ദിവസം ബെബ്ബെ പടത്തിൽ വിളിച്ചു. ലാലേട്ടൻ ദിലീപേട്ടനോട് കോമ്പിനേഷൻ ആയിരുന്നു. സീന് ലെങ്ത് ആയതുകൊണ്ട് കട്ടായി. ഇനി അതേപോലെ ഗോകുലം മൂവി സാർ, മറ്റേ കൃഷ്ണമൂർത്തി സാർ പറഞ്ഞു 4 പടത്തിൽ ഉണ്ണിക്കണ്ണൻ 3 പടം തരാ പറഞ്ഞു. അതൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 3.5 കോടി ജനങ്ങളുടെ മേലിലുണ്ട്. അത്ര ആൾക്കാർ ഇന്ന് ഉണ്ണിക്കണ്ണനെ മലയാളികൾ തിരിച്ചറിയുന്നില്ലേ? ഒരു പൈസയും കൊടുക്കാതെ, ഒരു പ്രൊമോഷൻ ചെയ്യാതെ ഉണ്ണിക്കണ്ണനെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. ഇതിനെവിടെ പോയാലും ഒരു 100 പേരുണ്ടെങ്കിൽ 50 പേര് ഉണ്ണിക്കണ്ണൻ. പിന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത് ഈ മംഗലം ഡാം എന്ന പേരിന് കൂട്ടി ഉണ്ണിക്കണ്ണനും കൂടി ചേർക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മള് മാള അരവിന്ദൻ, ജഗദീഷ് സുകുമാർ, MS തൃപ്പൂണിത്തറ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് മംഗലം ഡാം അറിയാൻ പോലായിരുന്നു. അപ്പൊ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോ മംഗലം ഡാമിലാണ് ഉദ്ഘാടനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം, അപ്പം ഉണ്ണിക്കണ്ണന്റെ നാടല്ല എന്ന് പറഞ്ഞു. ഒരു നാട് ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ പ്രൗഡാണ്. നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ നാട്ടുകാർക്കും വില ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഒരാൾ കാണാൻ നേരത്ത് മംഗല ഡാം എന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണനെ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഞാനും പുള്ളിയും കൂടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ജിമ്മിന്റെ ഉദ്ഘാടനം. അപ്പൊ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഇന്ന് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിട്ടും ഞാൻ വരുന്ന കാരണം സത്യത്തിൽ പുറത്തേക്ക് പോകാതിരിക്കണായിരുന്നില്ല. പിന്നെ എന്താ പറയാനുള്ള ഇനി പറയുന്ന ഈ ഇടയ്ക്ക് രജനീകാന്ത് സാറിന്റെ പടം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടെങ്കിൽ ഒന്ന് മോങ്ങണ്ണം പറഞ്ഞ് ഞാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, നീ 1 മാസം 34 ദിവസം നടന്നിട്ടല്ലേ വിജയണ്ണനെ കണ്ടു പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത വായിക്ക് ഞാൻ പറഞ്ഞു, അണ്ണാ ഒരു ദിവസം 10,000 ലക്ഷങ്ങളോ 1000 ആൾക്കാർ ആളിനെ വിജയ് സാറിന് ഫോട്ടോ കൊടുക്കും. അവരിന് ആരിനും വിജയ് സാറിന് ഒറ്റ നോട്ടത്തിൽ അറിയില്ല. ഏത് കുമ്പിളിലും തമിഴിലെ പറഞ്ഞു, ഏത് കുമ്പിളിലും തിരക്കിലും തമ്പി ഇവിടെ വാ പറഞ്ഞ, അതാണ് എൻ്റെ പറഞ്ഞു. ഒരാളിനെ കണ്ടാൽ മറക്കാൻ പാടില്ല. പിന്നെ എന്നാ ഹൃദയത്തെ സൂക്ഷിക്കുന്ന പോലെ വിജയ് സാർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ മറക്കില്ല, അങ്ങനെ ആയിരിക്കണം പറഞ്ഞു. അതേപോലെ അന്ന് രജനി സാറിൻ്റെ പടം പോയെങ്കിലും കറക്റ്റ് ഞാനങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കാറ് വന്നു, കാറിൻ്റെ ചില്ല് താത്തി വണക്കം പറഞ്ഞ് തിരിച്ചൊരു വണക്കം കിട്ടി. അതാണ് ഒരു നിയോഗം. എന്തായാലും നമ്മൾ പണിയെടുത്താൽ അതേ ഏപ്രിൽ ഈ സമയത്താണ് ആ ഷൂട്ടിങ് എൻ്റെ മിസ് ചെയ്ത്. അതേപോലെ ഇപ്പോൾ പുതിയ പടം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തോറ്റുപോകാതെ. ഇപ്പോൾ ഒരു സൈക്കിൾ ഓട്ടുമ്പോൾ കയറ്റം കയറുന്ന സമയത്ത് ഒന്ന് തളരാനോ സങ്കടപ്പെടാനോ നിന്നാലും ആ കയറ്റം കയറി ഒരു ഇറക്കമായിരിക്കും. ആ ഇറക്കത്തിന് വേണ്ടി കോൺഫിഡൻസ് ആയി നിൽക്കുക. ഏത് മേഖലയാണ് എത്തിപ്പെടും. ഒന്നും അല്ലാത്ത ഉണ്ണിക്കണ്ണൻ വിജയണ്ണനെ കണ്ടു പറഞ്ഞ് വിശ്വസിക്കാത്ത സമയത്ത് പോലും വിനീഷ് ഏട്ടൻ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് മമിതക്കുട്ടിനെ കൊണ്ട് വീഡിയോ ചോദിച്ചു. അതാണ് ഞാൻ നുണ പറയില്ല, പറ്റിക്കില്ല. ഈ ഇങ്ങനെ നന്മ മനസ്സായ
നമ്മുടെ ആളുകൾ ഇപ്പോഴും ലോകത്തുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ലോകം നിലനിന്ന് പോകുന്നത്. ആരിനും പരിഹസിക്കാതെയും പുച്ഛിക്കാതെയും വെറുപ്പിക്കാതെയും. നിങ്ങൾക്ക് ഒരു കാറുണ്ടെങ്കിൽ ബസ് ഉണ്ടെങ്കിലും ഒരാളുടെങ്കിലും ഒന്നുമില്ല, ഓലപ്പേര മാത്രം ഉള്ളെങ്കിലും അവിടെ നിന്ന് ആ ഓലപ്പേര ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്ത് പരിശ്രമിക്കുക. അംബാനിയാകാൻ നോക്കരുത്, നമ്മൾ പരിശ്രമിക്കുക. ആ പരിശ്രമമാണ് വിജയം. ഉണ്ണിക്കണ്ണന്റെ സ്വന്തം വീടാണ് ഇത്. അതെ അതെ, ഇത് ഈ വീട്ടിൽ നിന്നാണ് ജനിച്ചു വളർന്നത്. അതെ അതെ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടേ ഞാൻ ചോദിക്കണേ, ആരെങ്കിലും ചിലപ്പോ വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും, ഒരു വീടൊക്കെ ചെറിയ വീട് വെച്ച് തരാൻ ഉദ്ദേശിച്ചു ഉണ്ണിക്കണ്ണൻ അത് സമ്മതിക്കുവോ? ഇല്ല ചേട്ടാ. അതെന്താ ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞ എല്ലാം എങ്ങനെ എന്നെ കൊണ്ട് രണ്ട് ആൾക്കാർ പറഞ്ഞു, ഇത് വെച്ച് ഈ ഫെയിം വെച്ചിട്ട് വീട് വെച്ച് തരാം. വേറെ ഒരു ചാനലുകാർ വിളിച്ച് പറഞ്ഞു ഒരു വീട് വെച്ച് തരട്ടെ, പിരിച്ചിട്ട് പറഞ്ഞു. ഉണ്ണിക്കണ്ണനെ കുഞ്ഞു വീടാണെങ്കിലും ഇതെന്റെ കൊട്ടാരമാണ്. ഇതേപോലും ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന ഓലപ്പേരൻ്റെ അവിടെ വഴിയിലും കൊതുവടി കൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ വെയ്യാതെയും കിടക്കുന്നുണ്ട്. അവർക്ക് വീട് വെച്ചു. ഉണ്ണിക്കണ്ണന് ഇന്ന് ആരോഗ്യമുണ്ട്. അപ്പൊ ഇന്ന് സിനിമ ആരോഗ്യമുണ്ട്. 4 വരെ പഠിച്ചിട്ടുള്ളൂ. 4 വരെ പഠിച്ച ആള് കുറെ കോളേജിൽ പോയി, കുറെ പ്രോഗ്രാം കിട്ടി. ഇതിനൊക്കെ കാരണം വിജയ് സാറും ദൈവവും നിങ്ങളുണ്ട്. എൻ്റെ തലവര മാറ്റിയ തലവതി എണ്ണം കാരണം ഇത്രയായത്. അപ്പൊ ഈ കൊട്ടാരം മതി. ഇതുപോലും എത്രയോ പേരില്ലാതെ ഉമ്മറത്തുകൂടെ ചാലും അഴുക്കും ഇതൊക്കെ ആയിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ ഞാൻ തമിഴ്നാടൊക്കെ പോയപ്പോൾ എത്രയോ സ്ഥലങ്ങൾ കണ്ടു. പാവപ്പെട്ടവർ വീടില്ലാണ്ട് ബാത്റൂം ഉള്ള. അപ്പൊ ഇതൊരു കുഞ്ഞു വീടാണെങ്കിൽ എനിക്കിത് രാജകൊട്ടാരമാണ്. കുഞ്ഞു വീട് സ്വർഗമാണ്. അതാണ് വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ ഇപ്പൊ ചേട്ടന്റെ വീട്ടിലേക്ക് മാറി താമസിക്കും. ഞാനൊരു സ്വന്തമായിട്ട് ഉണ്ണിക്കണ്ണൻ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഞാനൊരു വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഉണ്ണിക്കണ്ണന് തീർച്ചയായിട്ടും ഇപ്പൊ വിജയ് സാറിനെ കാണാൻ പറ്റണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു വീട്, കൊട്ടാരം പണിതില്ലെങ്കിലും ഒരു കുഞ്ഞു വീട് ഉണ്ണിക്കണ്ണന് സ്വന്തം അധ്വാനത്തിൽ പണിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന സ്ഥലങ്ങളൊക്കെ എല്ലാം വലുതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്നെ ഒരുപാട് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഒരു അത്യാവശ്യം ഇതിനെക്കാട്ടും നല്ല വീടായി മാറും. ഇത് ഞാൻ കയറിയ സ്ഥലങ്ങളൊക്കെ ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കണ്ണന് ഭയങ്കര വലിയ മനസ്സാണ് കേട്ടോ. ഉണ്ണിക്കണ്ണനെക്കാട്ടുമ്പോ മോശമായിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുത്തു, എനിക്ക് വീട് വെക്കാൻ തരണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ണിക്കണ്ണന് വീട് വെക്കാനുള്ളൊക്കെ വഴി ഇതുപോലെ വരും. അധ്വാനമല്ല എപ്പോഴും, അധ്വാനം ഞാൻ കാണുന്നുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും അതിശയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന ഈ ഒരു ശരീരം വെച്ചിട്ട് എനിക്ക് തന്നെ 1/2 കിലോമീറ്റർ നടക്കുമ്പോൾ ഞാൻ കിടക്കും. ഇത്രയും കിലോമീറ്റർ നടന്നൊക്കെ പറയുമ്പോ ഭയങ്കര ത്യാഗം തന്നെയാണ്. അത് ദൈവം അറിഞ്ഞു, വിജയ് സാർ അറിഞ്ഞു, ലൈഫ് മാറി. കുറച്ച് പൈസ എനിക്ക് ചിലവായില്ല കേട്ടോ. ഞാൻ പരസ്യ സിനിമ ചെയ്തത്. അപ്പോൾ പോകുമ്പോൾ KL ആയിരിക്കുക, TN ആയിരിക്കുക, പല രജിസ്ട്രേഷൻ്റെ വണ്ടികളായിരിക്കാം. അതിൽ ഉണ്ണിക്കണ്ണാന്ന് വിളി, പൈസ തരാമെന്ന്. പൈസ വേണ്ട, അവർ ഭക്ഷണവും വെള്ളവും കേരളവും തമിഴ്നാടും അവർ പണിയെടുത്ത വേർപ്പിലെ ആ ഭക്ഷണത്തിൻ്റെ ഒരു ഊർജ്ജമാണ് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമാക്കിയത്. അതിൽ നിങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൽ വിനീഷ് ചേട്ടനും നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്ത്. അതൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എനിക്കൊരു റിക്വസ്റ്റ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങൾ മുഴുവൻ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലാണ് ഉണ്ണിക്കണ്ണൻ ഇപ്പൊ വിജയ് സാറിനെ കണ്ടു കഴിഞ്ഞിട്ട് കാണുന്നത്. പിന്നെ പഴയ പോലെ ഞാൻ ഒരുപാട് പടത്തിൽ 100ഓളം പടത്തിൽ ആർട്ടിസ്റ്റായിട്ട് ഡയലോഗ് ഇല്ലാതെ ഡയലോഗ് ഉള്ളത് അഭിനയിച്ചത്. വിജയ് സാറിന്റെ ഫോട്ടോ വന്നതിന് ശേഷം ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ പോകുള്ളൂ. ക്യാരക്ടർ വേഷം എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും വെറുതെ പോയി ക്രൗഡിലൊന്നും നിൽക്കരുത്. അതാണ് ആൾക്കാർ പിന്നെ എഴുതി തള്ളും നമ്മൾ. ഞാൻ തെരിയെന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഞാൻ പോയിട്ട് പിന്നെ ഇടിമണിക്കുന്ന ആളായിട്ട് അഭിനയിച്ചിട്ടില്ല. എനിക്ക് അത്രയും ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടിയതാണ് വിജയ് സാറിന്റെ ഒരൊറ്റ ഇതില്. ആ സപ്പോർട്ട് പോകും നമുക്ക്. പിന്നീടും പോയിട്ട് നമുക്ക് ക്രൗഡിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഷങ്ങൾ വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണന് അങ്ങനെയുള്ള രൂപമാണ്. എല്ലാ വേഷവും ചെയ്യാൻ പറ്റും. കോമഡി ചെയ്യാൻ പറ്റും, വില്ലൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി വരും ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ നമുക്ക് ഉയർച്ചയാണ്, നമുക്ക് താഴ്ചയല്ല വേണ്ടത്, ഉയർച്ച. അപ്പൊ ചെറിയ ഡയലോഗ് ആണെങ്കിൽ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ ഡയലോഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു പോസ്റ്റ്മാന്റെ വേഷം ആയിക്കുള്ളൂ. ആ സിനിമയിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അങ്ങനെ പോകണം ഇനി. അതാണ് എൻ്റെ ഒരു വിജയ് സാറിന്റെ ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം ഇനിയൊന്നും പോയിട്ട് ക്രൗഡിൽ നിൽക്കേണ്ട ആളല്ല. ജനങ്ങൾ നിങ്ങളെ ആ രീതിയിലല്ല കാണുന്നത്. വേഷങ്ങൾ വരും, ഒരുപാട് സിനിമകൾ ഇനി വരാനുണ്ട്. ഉണ്ണിക്കണ്ണനും വേഷങ്ങൾ അതിലുണ്ടാവും ഏട്ടാ. ക്രൗഡിൽ നിന്നും പോയി നിൽക്കരുതല്ലേ, ഞങ്ങൾ നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. ഓക്കെ, നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അതേപോലെ ഇപ്പം ഞാൻ ഇങ്ങനെ നിന്നാലും വൈകുന്നേരം ആകുമ്പോൾ തരുൺമൂർത്തി സാറ്, പിന്നെ സുമതി വളവെടുത്ത ഡയറക്ടർ സാർ, അങ്ങനെ നിരവധി ഡയറക്ടർമാർ, KM മൗസൂർ സാർ, ഇവരിനെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പാസിങ് എങ്കിലും തരാം. അപ്പോൾ എങ്ങനെ ഉണ്ണിക്കണ്ണ പാസിങ് തരിക? അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഞാൻ വിളിക്കുമ്പോൾ ഉണ്ണിക്കണ്ണ പറയും. ഞാൻ സങ്കടത്തോടെ പറയുമ്പോഴും തരുൺമൂർത്തി സാറാണെങ്കിലും സുമതി വളവെടുത്ത ശശിശങ്കർ സാറാണെങ്കിലും എല്ലാ ഡയറക്ടർ സാറന്മാരും ആ സ്നേഹത്തോടെ ഇൻപത്തോടെ
അടുത്ത പടത്തിൽ നോക്കാം. ഇതിൽ ഞാൻ കുഞ്ഞതാണേയും പറയാം, എങ്ങനെയോ കുഞ്ഞു തരാം. ആ ഒരു സ്നേഹം ആ മനസ്സിൽ ഇപ്പോഴും എല്ലാ ഡയറക്ടർമാരും എല്ലാ നടന്മാരും വിളിക്കുമ്പോൾ ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതുപോലെ ബിനീഷ് ചേട്ടനെ എപ്പോൾ വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കും. പിന്നെ അമ്മയും ചേച്ചിയൊക്കെ സുഖമല്ലേ ചേട്ടാ? അമ്മച്ചിയും ചേച്ചിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അമ്മച്ചിനെയൊക്കെ എപ്പോഴും അന്വേഷിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഇതുപോലത്തെ വീട്ടില് ഇതിനെക്കാട്ടും മോശമായിട്ടുള്ള വീട്ടിലായിരുന്നു. ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 6-7 വർഷമായിട്ടുള്ള ഞങ്ങളൊരു വാർത്താ വീട് എടുത്ത് മാറിയത്. എൻ്റെ വീട്ടിലൊക്കെ ഈ കട്ടിലിൻ്റെ അവിടത്തോളമൊക്കെ വെള്ളം വരും, ഈ വെള്ളം മഴക്കാലത്തൊക്കെ. നമ്മളൊക്കെ ഒരേ വേവ് ലെങ്ത്താണ്. ചെന്നെങ്കിൽ മണിച്ചേട്ടൻ പറയുന്ന പോലെ ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ച ആൾക്കാരാണ്. ദയവായിട്ട് നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്, അത് നമ്മളായിട്ട് തന്നെ അത് ഉയർത്തണം, നമ്മൾ താഴ്ത്തരുത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഗ്രാഫ് ഉയർന്നില്ലെങ്കിലും താഴ്ത്തിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് 8-9 വർഷം കഴിഞ്ഞു വിജയ് സാറിന് ഇവിടെ കഴിഞ്ഞിട്ട്. ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നേക്കാം. 9 വർഷം നമ്മ ആ ഒരു ഫ്രീഡം, ആ ഒരു സാധനം എനിക്ക് വിജയ് സാറിന്റെ ഒരു ഇതിൽ കിട്ടിയത്, ഒരു ബ്രാൻഡ് കിട്ടിയത് ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വേറൊരു സിനിമയും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. ആ തിരിയെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു വൈബിലും സ്റ്റാർ മാജിക്കിന്റെ വൈബിലും 9 വർഷം ഞാൻ ഉദ്ഘാടകനായിട്ടും പരിപാടിയായിട്ട്. ഉണ്ണിക്കണ്ണനും അതുപോലെ തന്നെ ആകണം. ഉണ്ണിക്കണ്ണന് വലുതാകേണ്ട ആളാണ്, ഒരു നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അത് കാത്ത് പരിപാലിക്കണം. അപ്പൊ വീട്ടുകാരെ എല്ലാരെയും പരിചയപ്പെടാൻ പറ്റി. ഞാനൊരു കട്ടൻ ചായം കുടിച്ചിട്ടൊക്കെ പോകുള്ളൂ. എന്താ അമ്മ ഇങ്ങോട്ട് വന്നേ, അമ്മക്ക് എന്താ പറയാനുള്ള ഉണ്ണിക്കണ്ണനെ കുറിച്ച്? എനിക്ക് നല്ല കുട്ടിയാണ്. ഒരാളിനോട് ഒരു നുണ പറയുകയോ വേറെ ഒരാളുടെ മുതൽ കക്കുകയോ വേറെ ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയാണ്. എവിടെ പോയാലും എല്ലാവരോടും നല്ല നുണ പറയില്ല. അത് മാത്രമേ. എല്ലാവരോടും വിളിക്കും, വർത്താനം പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മകനെ ലോകം മുഴുവനും മലയാളികൾ അറിയും. അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? ഇപ്പൊ ഈ കേരളത്തിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. ചിലപ്പോ നമ്മളുടെ ഈ മംഗലം ഡാം നാട് തന്നെ മേടിക്കാനുള്ള പൈസ ഉണ്ട്, അവരെയൊക്കെ ആൾക്കാരെ അറിയില്ല. ഒരു പൈസ ഇല്ലാത്ത നമ്മുടെ മകനെ എല്ലാരും അറിയുന്നു, എല്ലാവരും സ്നേഹം കിട്ടുന്നു. അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. അതെ അതെ അതെ. അച്ഛനും ആണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും പെങ്ങന്മാർക്കും അളിയന്മാർക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഈ നിൽക്കുന്ന ആള് വരെ ഭയങ്കര സന്തോഷം. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ മാത്രമേ വളർത്തു ഗുണമെന്ന് പറയും. നമ്മളുടെ ലൈഫിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഈ മാതാപിതാക്കളുടെ ഒരു വളർത്തു ഗുണമാണ് ഈ ഒരു സ്വഭാവത്തിൽ കിട്ടിയേക്കുന്നത്. ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇന്നും ഉണ്ണിക്കണ്ണൻ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. വിജയ് സാറിൻ്റെ ഫോട്ടോ വന്നതിന് ശേഷം മറ്റൊരു തലത്തിലേക്ക് വരട്ടെ. ഫോട്ടോ വരേണ്ട ആവശ്യമില്ല, മനസ്സിലേറെ ഫോട്ടോ ഉണ്ട്. ഇപ്പോൾ ജനനായകൻ എന്ന് പറഞ്ഞ പടവും ഹിറ്റാകട്ടെ. വിജയ് സാറ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ എല്ലാ കാര്യങ്ങളും നടക്കും. ഞാനും പോയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പിന്തുണയ്ക്കാൻ സിനിമ കാണാൻ കൂടുതൽ നിങ്ങളുടെയൊക്കെ റീലും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണുന്നത്. വളരെ സന്തോഷമുണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റിയത്. എന്താ ജനങ്ങളോട് പറയാനുള്ള? അപ്പോൾ മക്കളെ, ബിനീഷ് ചേട്ടൻ എൻ്റെ നമ്മുടെ കൊട്ടാരത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എപ്പോൾ വിളിക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും, എപ്പോൾ വിളിക്കുകയാണെങ്കിൽ തിരക്കാണെങ്കിൽ പോലും തിരിച്ച് വിളിച്ച്. അതുപോലെ എല്ലാ നടന്മാരും സംവിധായകന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിച്ചാൽ, ഇന്നാൾ എന്നെ കൊണ്ടൊരാൾ പറഞ്ഞു കേട്ടാ, ഒന്നും ആകണില്ല, വീട്ടിൽ വെറുതെ ഇരുന്നാകില്ല. 10 പടത്തിൽ പോയി ഒന്നും കിട്ടില്ല, 11ാമത്തെ പടത്തിലായിരിക്കും എന്തെങ്കിലും കിട്ടുക. അത് ചിലപ്പോൾ കിട്ടി, ചിലപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടില്ല. 100 സിനിമ എനിക്ക് വിജയ് സാറിന് ഇവിടെ കിട്ടിയത് 100 സിനിമ കണ്ടില്ലേ. അത് കഴിഞ്ഞ് പോയി റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലോ പോയി കിടന്ന് അങ്ങനെ പണിയെടുത്താലേ നമുക്ക് പഠിത്തം ഉയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല എന്നല്ല, ഉള്ളത് വെച്ച് തൃപ്തിപ്പെട്ട് ശ്രമിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല. അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഏട്ടൻ. ഞാനും വിജയണ്ണൻകാരനും രക്ഷപ്പെട്ടാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ആഗ്രഹിച്ചാൽ ദൈവം തരും. അപ്പൊ എന്നോട് ചോദിക്കണം, നീ എന്താ സിനിമ ചെയ്തേക്കുന്നത്? വിജയ് സാറിന് കൂടെ അഭിനയിച്ച ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച ഒരു ക്യാരക്ടർ ചെയ്താൽ നിങ്ങൾക്ക് പറ്റുമത്? അപ്പൊ നമുക്ക് ഈ എല്ലാവരുടെയും എന്താ പറയാനുള്ള, അത് ഇവനെ ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ വിജയ് സാറിനെ കാണാൻ പോയിട്ട് ഫോട്ടോ കിട്ടാത്തതിനും പിന്നെ ഒരുപാട് ആൾക്കാർ ഇവനെ പറ്റിയിട്ട് പുച്ഛിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഭാഗത്തുണ്ട്. ഒരുപാട് താന്ന് സംസാരിക്കും. ഒരു കാര്യം പറയാം, ഈ ബൾബ് കത്തണമെങ്കിലേ ഒരു പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, രണ്ടും ഉണ്ടെങ്കിലേ ബൾബ് കത്തുള്ളൂ. അപ്പോൾ ഈ കത്തുന്നൊരു ബൾബാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിട്ട് തന്നെയാണ് ഉണ്ണിക്കണ്ണൻ ഇപ്പോഴും നല്ല ഊർജ്ജത്തോടെ ഇരിക്കുന്നത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്കൊരു ജീവിക്കാനുള്ള ആർജവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഉണ്ണിക്കണ്ണൻ മകളുടെ ഉമ്മ വിജയണ്ണമ്മ സ്വന്തം ബിനീഷ് ചേട്ടനോടെ.